കുംഭമേള വൈറൽ താരത്തെ മധ്യപ്രദേശ് പോലീസിന് കൈമാറണമെന്ന നിർദ്ദേശത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഉത്തരവിനെ വിമർശിച്ച് ഹൈക്കോടതി. പെൺകുട്ടിയെ മധ്യപ്രദേശ് പോലീസിന് കൈമാറണമെന്ന ഉത്തരവിറക്കാൻ എന്തധികാരമെന്ന് കോടതി ചോദിച്ചു. കമ്മീഷന്റെ ഉത്തരവ് പെൺകുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ പ്രഥമ ദൃഷ്ട്യാ ബാധിക്കുന്നതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധികാരപരിധിയിൽ സംശയമുണ്ടെന്നും കോടതി പറഞ്ഞു. സെയ്ഫ് സൈനുലബ്ദീൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. സെയ്ഫ്, വിവരങ്ങൾ. കുംഭമേള വൈറൽ താരമായ പെൺകുട്ടിയെ മധ്യപ്രദേശ് പോലീസിന് കൈമാറണം എന്ന് ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ഉത്തരവ് നേരത്തെ ഉണ്ടായിരുന്നു. അത് അംഗീകരിക്കേണ്ടതില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി വാക്കാൽ തന്നെ പറയുകയും പിന്നീട് ഉത്തരവിറക്കുകയും ചെയ്തു. ആ ഉത്തരവിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഉത്തരവിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ അതിനകത്ത് ഉള്ളത്. കമ്മീഷന്റെ ഉത്തരവ് പെൺകുട്ടിയോട് ജീവിക്കാനുള്ള അവകാശത്തെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധികാരപരിധിയിൽ ചില സംശയങ്ങൾ കോടതിക്കുണ്ട് എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉത്തരവിറക്കാൻ ദേശീയ കമ്മീഷന് പ്രഥമദൃഷ്ട്യാ അധികാരമില്ല എന്നുള്ളതാണ് കോടതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ശുപാർശകൾ നൽകാൻ മാത്രമാണ് പ്രാഥമികമായ ദേശീയ കമ്മീഷന് അധികാരം ഉള്ളത്. ഉത്തരവിറക്കാൻ വേണ്ടി അവർ ദേശീയ കമ്മീഷനോ കോടതിയോ ട്രൈബ്യൂണലോ അല്ല എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പോലീസ് സംരക്ഷണം തേടിയുള്ള ഹർജി പരിഗണിച്ച ശേഷം ഇറക്കിയ ഉത്തരവിലാണ് കോടതി ഈ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഉത്തരവ് അത് പ്രഥമദൃഷ്ട്യാ തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്.